അതെല്ലാം ഇന്ത്യക്കാരും പോലെ എൻ്റെ 800 ആയിരുന്നു, മാരുതി 800 ആയിരുന്നു. അത് ഞാൻ മേടിക്കുന്നത് എനിക്ക് തോന്നുന്നു 2009, 2008 ആ കാലഘട്ടത്തിലാണ്. ഒരു യൂസ്ഡ് വണ്ടി. അത് ആദ്യം ഒരു ബൈക്ക് മേടിച്ചു, ഒരു ബജാജ് പൾസർ മേടിച്ചു. ആ വണ്ടി കയ്യിൽ നിൽക്കുമ്പോൾ ഒരു വർഷത്തെ അയക്കുന്നതിന് മുന്നേ വിറ്റിട്ടാണ് ഞാൻ കാർ മേടിക്കുന്നത്. അപ്പോൾ അന്ന് ആ വണ്ടിയാണ് ആദ്യം മേടിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് പൾസർ എന്ന് പറയും, പിന്നെ മാരുതി 800 മേടിച്ചു എന്ന് പറയാം. അങ്ങനെയാണ് പറയാൻ പറ്റുക. അതെ, ഫസ്റ്റ് കാർ പറയുകയാണെങ്കിൽ മാരുതി 800. അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ അഫോർഡബിലിറ്റി കൊണ്ട് വാങ്ങിയതാണോ അതോ ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണോ, എങ്ങനെ അതിൽ ഏത് രീതിയിൽ അത് പറയാൻ പറ്റും? ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റും, അറിയാൻ പാടില്ല. ഞാൻ 68,000 രൂപ 69,000 രൂപയ്ക്കാണ് ബജാജ് പൾസർ മേടിക്കുന്നത്, പുതിയ വണ്ടി. അത് EMI അടച്ച് തീർന്നിട്ട് ആ വണ്ടി വിറ്റിട്ട് 50,000 രൂപയ്ക്കാണ് മാരുതി 800 മേടിക്കുന്നത്. അന്ന് എനിക്ക് അതേ അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ആ ബൈക്ക് കൊടുത്ത് കിട്ടുന്ന ഒരു കാറ്, ആ കാറ് ഞാൻ മേടിച്ചു. അന്ന് ജോലിയൊന്നും തുടങ്ങിയിട്ടില്ല, ശരിക്കും ജോലിക്ക് തുടങ്ങുന്നേ ഉള്ളൂ ആ സമയത്ത്. പിന്നെ ആ കാർ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, ആ കാർ ഇപ്പോഴില്ല. അത് കണ്ടം ചെയ്ത് പോയെന്ന് തോന്നുന്നു. കാരണം ഞാൻ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു, പക്ഷെ അതിന്റെ ഓണർ പറഞ്ഞു അത് കണ്ടം ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. ആ വണ്ടി ഇല്ല, മരിച്ചുപോയി. അതില്ല. ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്തോണ്ടിരിക്കുന്ന കാർ ഏതാ? ഇപ്പൊ യൂസ് ചെയ്യുന്ന മാരുതി ജിംനി ഉണ്ട്, പിന്നെ ഫോർഡിന്റെ ഒരു ഫിഗോ ആസ്പയർ ഉണ്ട്. അത് ഞാൻ പുതിയ കാർ ആദ്യമായിട്ട് മേടിച്ചാണ്. 10 വർഷമാവുന്നു. അത് കൊടുത്തിട്ട് 10ാമത്തെ വർഷമാണ് അത് കൊടുത്തിട്ടില്ല. എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 2 വണ്ടികളാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. അതെ, ഒരു കാറൊക്കെ പറയുകയാണെങ്കിലും ഈ പറയുന്ന പോലെ കംഫർട്ട് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണോ? കംഫർട്ട് എന്നതിലേക്ക് അതിനേക്കാൾ കൂടുതൽ ഓടിക്കാൻ രസം വേണം. അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും വണ്ടി വിളിച്ചുകൊണ്ടിരിക്കണം, ഓടിക്കാൻ എടുത്തു പോകാൻ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കണം. അങ്ങനത്തെ വണ്ടികളെ പറ്റുള്ളൂ. സാധാരണ ഒരു വണ്ടി നമ്മൾ അങ്ങനെ എടുത്ത് ഓടിക്കാനും അല്ലെങ്കിൽ അങ്ങനെയല്ല. എല്ലാ വണ്ടിയും ഓടിക്കും, പക്ഷെ ഇഷ്ടപ്പെട്ട വണ്ടികൾ ഓടിക്കാന്നുള്ളതല്ലേ വേണ്ടിയിട്ടുള്ള കാര്യം.